ഈ വരുന്ന 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള അട്ടിമറികൾ സംഭവിക്കാനായിട്ടുള്ള എല്ലാവിധ സാധ്യതകളും നിലനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്നത്. അതിൽ തന്നെ കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും വളരെ മികച്ച രീതിയിൽ അല്ലെങ്കിൽ പ്രവചനാതീതമായിട്ട് ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സ്ഥലങ്ങൾ നിരവധി കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. ദേശീയ തലത്തിൽ നിന്ന് തന്നെ വരുന്ന സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കേരളത്തിൽ ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്ന അട്ടിമറികൾ എന്തൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കേണ്ടത് വളരെയധികം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമെന്ന് പറയുന്നത് ആലപ്പുഴയിൽ എന്ത് തരം മാറ്റമായിരിക്കും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാനായി പോകുന്നത്? ആലപ്പുഴയിലെ 9 നിയമസഭാ മണ്ഡലങ്ങൾ, ഈ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ എന്തൊക്കെയായിരിക്കും? ചേർത്തല, അരൂര്, ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട്, ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂരും, ഈ 9 സ്ഥലങ്ങളിൽ എന്ത് തരം അട്ടിമറികളായിരിക്കും സംഭവിക്കാനായി പോകുന്നത്? തീർച്ചയായിട്ടും കണക്കുകൾ നോക്കേണ്ടത് വളരെയധികം അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ കഴിഞ്ഞ കാലം എങ്ങനെയായിരുന്നു, ആർക്കൊപ്പമായിരുന്നു ആലപ്പുഴ ഇതുവരെയും ആ ഒരു തരത്തിലുള്ള ഒരു ചായ്വ് ഉണ്ടായിരുന്നത് എന്നൊക്കെ തന്നെ പരിശോധിക്കേണ്ടത് വളരെയധികം അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർവേ റിസൾട്ടുകൾ, അതായത് ഈ പറയുന്ന രീതിയിൽ ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതും പരിശോധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ സംഭവിച്ച ഈ 9 സ്ഥലങ്ങളിൽ സംഭവിച്ച കാര്യമെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഒരു തേരോട്ടമായിരുന്നു, അല്ലെങ്കിൽ ഒരു തരംഗമായിരുന്നു. അതായത് ഇടതുപക്ഷ ചായ്വുള്ള, ഇടതുപക്ഷത്തിന് കൂടുതൽ വേരോട്ടമുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു ആലപ്പുഴ എന്ന കാര്യത്തിൽ സംശയമില്ല. 2021 ഭൂരിഭാഗം സീറ്റുകളിലും വിജയിച്ചിരിക്കുന്നത് ഇടതുപക്ഷം തന്നെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴത്തേക്കും ഇടതുപക്ഷത്തിന് കനത്ത ഒരു തിരിച്ചടി ആലപ്പുഴയിലുടനീളം സംഭവിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടൊരു കാര്യം തന്നെയായിരുന്നു. അതായത് UDF നേട്ടമുണ്ടാക്കി, അതോടൊപ്പം തന്നെ BJPയും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മുന്നേറ്റം ആലപ്പുഴയിൽ ഉണ്ടാക്കി എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരിച്ചടി ഉണ്ടാക്കിയ ഒരു കാര്യം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും അവിടെ BJP നേട്ടമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് കാലിടർന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഈ പറയുന്ന തോതിൽ 2026 വരുമ്പോഴത്തേക്കും എന്ത് തരം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഈ പറയുന്ന 9 സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും അട്ടിമറി നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ UDFന് നേട്ടമുണ്ടാകുമെന്ന് തന്നെയാണ് വ്യക്തമായിട്ട് ഈ സർവേ പ്രവചിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് UDFനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവർക്ക് 2021 വലിയ തോതിലുള്ള നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും വരുന്ന 2026 അവർക്ക് പല സീറ്റുകളും പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ അരൂര്, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട്, ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, ഈ 9 സ്ഥലങ്ങളിൽ ഭൂരിഭാഗം സീറ്റുകളിലും നിലവിൽ ഇപ്പോൾ ഇടതുപക്ഷമാണെങ്കിൽ തന്നെയും പല സീറ്റുകളിലും അട്ടിമറി സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. അതായത് ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സ്ഥലങ്ങൾ നിരവധി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആലപ്പുഴയിലുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സീറ്റുകളിൽ നിന്നും കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളതും വ്യക്തമാണ്. അതായത് നിലവിൽ LDFൻ്റെ കൈവശം ഇരിക്കുന്ന സീറ്റുകളിൽ നിന്നും കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതായത് മാക്സിമം പോയി കഴിഞ്ഞാൽ LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു 4-5 സീറ്റുകളിൽ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് വ്യക്തമാണ്. അതായത് 4-5 സീറ്റുകളിൽ ഒതുങ്ങുന്ന തരത്തിലോട്ട് ഈ പറയുന്ന തോതിൽ ആലപ്പുഴയിൽ കാര്യങ്ങൾ മാറും എന്നുള്ളത് വ്യക്തം തന്നെയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം സീറ്റുകളുടെ കാര്യത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതും വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് UDFനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 4 സീറ്റുകളെങ്കിലും അവിടെ നേടിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് ആലപ്പുഴയിൽ കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ. അതായത് UDFനെ സംബന്ധിച്ചിടത്തോളം മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് വ്യക്തമാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം LDFനെ എല്ലാ തരത്തിലും അങ്ങ് തച്ചുടയ്ക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന തോതിൽ തൂത്തുവാരി ഇല്ലാതാക്കാം എന്നുള്ള തരത്തിൽ നടക്കത്തില്ലെങ്കിൽ പോലും LDFനൊരു തിരിച്ചടി അവിടെ ഉണ്ടാവും. സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. അതായത് 4-5 സീറ്റുകളിലേക്ക് ഒതുങ്ങുന്ന തരത്തിലോട്ട് LDF കാര്യങ്ങൾ മാറുകയും 4 സീറ്റുകളെങ്കിലും മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 3-4 സീറ്റുകൾ എന്നുള്ള തരത്തിലേക്ക് UDF ഉയരാനായിട്ടുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് പലയിടങ്ങളിലും വോട്ട് മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം
തന്നെയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് കായംകുളം പോലുള്ള സ്ഥലത്ത് അവിടെ ശോഭാ സുരേന്ദ്രൻ ആദ്യം മത്സരിക്കുമെന്നുള്ള തരത്തിലൊക്കെ തന്നെയുള്ള ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ അവിടെ ശോഭയല്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ആ സീറ്റിൽ ആരാണ് അവിടെ മത്സരിക്കാൻ വരുന്നത്? അതോടൊപ്പം തന്നെ കായംകുളം, ഹരിപ്പാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെയും ഈ പറയുന്ന തോതിൽ ചേർത്തല ഒക്കെ തന്നെയും ആലപ്പുഴ ഒക്കെ തന്നെയും ഈ പറയുന്ന തോതിൽ BJP സ്ഥാനാർത്ഥികൾ ആരെയായിരിക്കും അവിടെ നിർത്താൻ പോകുന്നത് എന്നുള്ളത് ഏറെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. കാരണം BJP വോട്ടുകൾ ഏറ്റവും കൂടുതൽ നിർണായകമായി മാറുന്ന ഒരു സ്ഥലമായിട്ട് ആലപ്പുഴ ഇത്തവണ മാറുമെന്നുള്ളത് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. BJPക്ക് വോട്ട് മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അത് ഘടകകക്ഷിയായിട്ടുള്ള BDJS ആണ് പലയിടങ്ങളിലും നിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഗുണപ്രദമായി മാറുന്നത് ഈ പറയുന്ന LDFനും UDFനും ആയിരിക്കും എന്നുള്ളതാണ് വാസ്തവം എന്നുള്ളത്. അതേസമയം അവിടെ BJP സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ടുള്ള ഒരു മത്സരം കാഴ്ചവെക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ വോട്ട് കുറച്ചധികം ഉയർത്താനായിട്ട് BJPക്ക് പല സ്ഥലങ്ങളിലും സാധിക്കുമെന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, LDFനെ സംബന്ധിച്ചിടത്തോളം പല സീറ്റുകളും നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. UDFനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ പല സീറ്റുകളും അധികമായി നേടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവിടെ ഒരു അത്രയ്ക്കും കരുത്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് ആ സ്ഥലം പിടിച്ചെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും BJPക്ക് കായംകുളം പോലുള്ള സ്ഥലത്ത് ശോഭയെ നിർത്തിക്കൊണ്ട് ഒരു പരീക്ഷണം നടത്താമായിരുന്നു. പക്ഷേ അത് വേണ്ടാന്ന് BJP തീരുമാനിച്ചു. ശോഭയെ പാലക്കാടേക്ക് മാറ്റിയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ BJPക്ക് സീറ്റുകളുടെ കാര്യത്തിൽ ഒന്നും തന്നെ ഈ പറയുന്ന ആലപ്പുഴയിൽ പറയുന്നില്ലെങ്കിൽ പോലും പലയിടത്തും ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതായത് ത്രികോണ പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളും ആലപ്പുഴയിൽ നിലവിലുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് ചെങ്ങന്നൂരൊക്കെ തന്നെയും എന്ത് തരം അട്ടിമറിയാണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും BJP അതോടൊപ്പം തന്നെ UDF, LDF ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ ആലപ്പുഴയിലുണ്ട്. അവിടങ്ങളിലൊക്കെ തന്നെ അട്ടിമറികൾ സംഭവിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. അതിൽ LDFന് അട്ടിപതർന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അത് BJPക്കും UDFനും നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളതും വ്യക്തമാണ്. തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. എന്ത് തരം മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? ഇത് തീർച്ചയായിട്ടും ഒരു സർവേ റിസൾട്ട് മാത്രമാണ്. പക്ഷേ സർവേ റിസൾട്ട് അല്ല ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. ആ റിയാലിറ്റി എന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. ജനങ്ങൾ യഥാർത്ഥത്തിൽ വിധി എഴുതുന്ന ഒരു റിയാലിറ്റി എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ടത് അനിവാര്യം തന്നെയാണ്.